ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. മർക്കോസ് 10:17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അയാൾക്ക് നല്ല ആഗ്രഹമുണ്ട്, നിത്യജീവൻ അവകാശമാക്കണം. പക്ഷേ ഈശോ നിനക്കൊരു കുറവുണ്ട് എന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാൾക്ക് വളരെ സങ്കടമായി. എന്നിട്ട് ഈശോ പറയുന്ന കാര്യം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അത്ര എളുപ്പമല്ല. ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്. അത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പം അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ശിഷ്യന്മാരാണത് ചോദിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോഴും ശിഷ്യന്മാർ കൂടെ ഉണ്ട്. അപ്പോൾ ശിഷ്യന്മാർ അവരാണ് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? അതായത് ധനവാനുമായിട്ട് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ളവർക്കും ഇത് ശരിയാണല്ലോ, ഇതെന്ത് ചെയ്യും? നമുക്കും അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാവും. ഇത് നമുക്കെല്ലാവർക്കും വേണ്ടി കൂടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? നമ്മൾക്കിപ്പോൾ ഒരു മദ്യപാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് എങ്ങനെ രക്ഷപ്പെടും? എന്ന് മാറാനാണത്. അപ്പോൾ അതിനാണ് ഈശോയുടെ മറുപടി, മനുഷ്യർക്ക് ഇത് സാധ്യമല്ല, എന്നാൽ ദൈവത്തിന് എല്ലാം സാധിക്കും. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കില്ല. അതുപോലെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, കടബാധ്യത മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലി ലഭിക്കണമെന്നുള്ളവരുണ്ട്, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പരീക്ഷ പാസ്സാകണമെന്നുണ്ട്, എല്ലാത്തിനും വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? ഇത് ഈ ധനം എന്ന ഒരു സംഭവം, നമ്മൾ പണക്കാർ, ധനമുള്ളവർ എന്ന ഒരു കാര്യത്തിൽ ആണെങ്കിൽ നമുക്ക് പണമൊന്നുമില്ലല്ലോ, അപ്പം പിന്നെ നമ്മുടെ കാര്യമല്ല, രക്ഷപ്പെട്ടു, ഇത് നമ്മുടെ കാര്യമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇത് ധ്യാനിക്കേണ്ടത്. നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരു കാര്യം, ചിലപ്പോൾ ഒരു ദുശീലമായിരിക്കാം, ഇത് മാറിയാൽ ദൈവം അനുഗ്രഹിക്കൂ എന്നൊരു ധ്വനിയുണ്ട്. നിനക്ക് ഞാൻ മാറ്റിത്തരാം, പക്ഷെ നീ അത് മാറ്റണം. നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ഇത് സാധ്യമല്ല, മനുഷ്യർക്കിത് സാധ്യമല്ല. പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണ്. നിനക്കൊരു കുറവുണ്ട്, അത് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം എന്നാണ് ദൈവം പറയുക. അത് പരിഹരിക്കാതെ രക്ഷ ഉണ്ടെന്ന് പറയുന്നില്ല. അതാണല്ലോ എല്ലാവർക്കും വേണ്ടി, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആര് രക്ഷപ്പെടും? എല്ലാവർക്കും കുറവുകളുണ്ടല്ലോ, എല്ലാവർക്കും ദുശീലങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും? അപ്പോൾ അതാണ്, ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കുക. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയണം. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഓരോ പ്രഭാതവും നമ്മൾ കാണുന്നത്. അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട ഒരു ബഹുമാനമാണ് ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് സഹായം നമ്മൾ ആവശ്യപ്പെടണം. ഇവിടെ എളിമയോടുകൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ദൈവമേ, ദൈവത്തിൻ്റെ സഹായം, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ പറയണം. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതാണല്ലോ മർക്കോസ് 10:27 നമ്മളോടിന്ന് പറയുന്നത്, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, ദൈവത്തിനെല്ലാം സാധിക്കും. വിശുദ്ധമായ ജീവൻ നയിക്കാൻ പോലും അതിനുള്ള കൃപ തരാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ട ഈ ഒരു ആട്രിബ്യൂട്ട്, അതായത് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ്, അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ദൈവം. ഈ ഒരു ആട്രിബ്യൂട്ട് ദൈവത്തിന് കൊടുക്കുക, അത് സമ്മതിച്ചു കൊടുക്കുക. ഇപ്പോൾ ദൈവത്തെ വിളിക്കാത്തവൻ, പള്ളി വരാത്തവൻ, പ്രാർത്ഥന കാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കാത്തവൻ, ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ ജീവിക്കുന്നവൻ, അവൻ പറയാതെ പറയുന്നുണ്ട്, എനിക്ക് സാധിക്കും, എനിക്ക് വേറെ ആരും വേണമെന്നില്ല എന്ന് പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും, ഇങ്ങനെ എളിമയോടുകൂടെ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയുകയാണ്, ദൈവമേ, നീയാണ് എൻ്റെ ദൈവം,
എന്ന് നമ്മൾ പറയുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്ത് കൊടുക്കണം. നമുക്ക് അതിനെപ്പറ്റി സുന്ദരമായൊരു കാലഘട്ടമാണ്. നമ്മൾ മറ്റന്നാളും വിഭൂതി ബുധൻ ആചരിക്കുകയാണ്. ലാറ്റിൻ ആരാധനക്രമം അനുസരിച്ച് തപസ്സുകാലം അത് ബുധനാഴ്ചയാണ് തുടങ്ങുന്നത്. ഏപ്രിൽ 20 ഈസ്റ്റർ. ഞായറാഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇടദിവസങ്ങൾ, അതായത് ഈ ആഴ്ചയിലെ 4 ദിവസങ്ങളും പിന്നെ 6 ആഴ്ചയിലെ 6 ദിവസങ്ങളും, അങ്ങനെ 6 × 6 36 പ്ലസ് ഈ ആഴ്ചയിലെ 4 ദിവസം 40 നോയമ്പ്. അതാണ് ആഗോള സഭയിലെ നോയമ്പ്. 50 നോയമ്പല്ല, 40 നോയമ്പ്. അപ്പോൾ ഈ 40 നോയമ്പ് നമ്മൾ നല്ലതുപോലെ ഒന്ന് ആചരിക്കുക. ഞായറാഴ്ച കർത്താവിൻ്റെ ഉത്ഥാന ദിവസമാണ്. അതുകൊണ്ട് അത് തപസ്സുകാലത്തും അത് കർത്താവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്ന ദിവസമായതുകൊണ്ട് അത് നമ്മൾ നോയമ്പ് ആചരിക്കുന്നില്ല. അപ്പോൾ കർത്താവിനോട് നമുക്കൊരു ഗിഫ്റ്റ് ചോദിക്കാം. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ സാധിക്കും. കല്ലറ പിളർക്കാൻ ആർക്കാണ് സാധിക്കുക? അത് ദൈവത്തിനല്ലാതെ. ഉദ്ധിതനായ ഈശോ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് തോമസ് ലീഹ ആവശ്യപ്പെട്ടപ്പോൾ തോമസ് ലീഹയ്ക്ക് വേണ്ടി രണ്ടാമതും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നതാണ്, കതക് അടച്ചിരുന്നു, അടച്ചിട്ട മുറിയിലേക്ക് ഈശോ പ്രവേശിച്ചു. ഈശോയ്ക്കത് സാധ്യമാണ്. തിബേരിയാസ് കടൽ തീരത്ത് അവരെ പഴയ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഈശോ, ഉദ്ധിതനായ ഈശോ അവരുടെ അടുത്ത് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞതുപോലെ അവർ ചെയ്തു. അവർക്ക് വല നിറയെ മത്സ്യം കിട്ടി. സഭയെ പീഡിപ്പിക്കാൻ പോയ സാവൂള്, കുതിരപ്പുറത്തുനിന്ന് സാവൂളിന് ഉന്തി താഴെയിട്ടത് ഉദ്ധിതനായ കർത്താവാണ്. ഉദ്ധിതൻ്റെ മിന്നലൊളിയാണ്. ഉദ്ധിതൻ സാവൂളിനെ പൗലോസാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്തൊരു കാര്യം, സാവൂള് പൗലോസാകുക അസാധ്യമായൊരു കാര്യമായിരുന്നു. പക്ഷെ സാവൂള് പൗലോസായി മാറി, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായി മാറി. അപ്പോൾ അസാധ്യമായ കാര്യം ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുക. ഈ 40 ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. വെറുതെ അങ്ങ് ചോദിക്കാതെ ഇങ്ങോട്ടെല്ലാം വേണം, ഇങ്ങോട്ടെല്ലാം വേണം, ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കാൻ നമുക്ക് നാണമില്ലേ? ഒന്നും കൊടുക്കാതെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി, നമ്മുടെ സ്നേഹം, നമ്മുടെ കുമ്പസാരം, നമ്മുടെ ഞായറാഴ്ച ആചരണം ദൈവത്തിന് സമ്മതിച്ചു കൊടുക്കുക. ദൈവമേ, നീയാണ് ദൈവം, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നീയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട്, ബഹുമാനം, ആദരവ് എല്ലാം കൊടുക്കുക. എന്നിട്ട് നീ ചോദിച്ചാൽ നിനക്ക് തരും. അതുകൊണ്ടാണ് ചില ഇപ്പോൾ യൂദാ തദേവൂസിനെ പറയുന്നത് എന്താണ്? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. അന്തോനിസ് പുണ്യാളനെ പറയുന്നത് എന്താണ്? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. പക്ഷെ അവരല്ല അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നത്. അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് വിശുദ്ധർക്ക് പോലും കൊടുക്കാൻ പാടില്ല. നമ്മൾ ചില ആളുകൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, കൈനോട്ടക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മളും ചിലപ്പോൾ ചില ആളുകളോട് ചില പച്ചമാച്ച ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയോ എനിക്ക് ജോലി കിട്ടുമോ ഇല്ലെന്ന്. എന്തിനാണത് ചോദിക്കാൻ പോകുന്നത്? കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യം, നിഗൂഢത അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് ദൈവം മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് നാളെ നിനക്ക് എന്ത് സംഭവിക്കണം നിനക്കറിയണോ? അതൊക്കെ ദൈവം ചെയ്തോട്ടെ. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്, ദൈവത്തിൻ്റെ സവിശേഷതയിൽ കയറി നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. എനിക്കൊന്നും അറിയണ്ട കർത്താവേ, നീ എന്നെ പരിപാലിച്ചാൽ മതി, അങ്ങനെ പറയും. എല്ലാം അറിയാൻ പോകുന്നത് എന്തിനാ? ദൈവം മാത്രം. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ദൈവമാകിയല്ലേ? നിങ്ങളെക്കുറിച്ച് ഒരാളെ വെളിപ്പെടുത്തി തന്നാൽ അയാൾ ദൈവമായില്ലേ? ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടാണ് നിഗൂഢത. ഒന്നും വെളിപ്പെടുത്തിയല്ല, പുത്രന് പോലും വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ തപസ്സുകാലത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള ബഹുമാനം ദൈവത്തിന് കൊടുക്കാം. ദൈവമേ, നീയാണ് ദൈവം, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നീയാണ് എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം. വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം 100% പ്രിയ ദൈവ പൈതലെ നീ ദൈവത്തിന് കൊടുത്താൽ നിൻ്റെ ജീവിതത്തിൽ നീ തപസ്സുകാലത്ത് ഈ വരുന്ന ഈസ്റ്ററിന് ഏപ്രിൽ 20-ന് നിൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം കാണും. അസാധ്യമായൊരു കാര്യം
നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. നിൻ്റെ വീട്ടിൽ കുഞ്ഞ് ജനിക്കും, നിനക്ക് ജോലി ഉണ്ടാകും, നീ വിദേശത്ത് പോകും, നീ വീട് പണിയും, നിനക്ക് കടബാധ്യത മാറും, നിനക്ക് കരയാതെ കിടന്നുറങ്ങാൻ ദൈവം നിന്നെ അനുവദിക്കും. നമുക്ക് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ ദൈവത്തിൻ്റെ കൂടെ നിശബ്ദമായി ചരിച്ച പരിശുദ്ധമ്മയാണ്. പരിശുദ്ധമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞൊരു കാര്യം ലൂക്ക 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുതന്നെയാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ട. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ജെറമ്യ 32:27, ഞാൻ സകല മർത്യരുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഉൽപ്പത്തി 18:14, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിനെല്ലാം സാധിക്കും. ദൈവം നിങ്ങളെ ഈ തീർത്ഥാടനം വഴി, ഈ ദിവസത്തെ ശുശ്രൂഷകൾ വഴി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.